നമസ്കാരം. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ. ആരാണ് ഈ തൊഴിലാളി? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നത് MLA, MP, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, മുൻ MLA മാർ, മുൻ MP മാർ, പിന്നെ ഇപ്പം മേയർ, കുട്ടി സഖാക്കൾ, ഇവരെല്ലാവരും തൊഴിലാളികളായി മാറി. ഇവർക്ക് വേണ്ടി ദാസപ്പണി എടുക്കുന്നവരെല്ലാം മുതലാളി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അടിമകളായി മാറി. അപ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ മാത്രമാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഈ ഒരു MP, MLA, മന്ത്രി, ഏതെങ്കിലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും 5-6 വർഷങ്ങൾക്കുള്ളിൽ അതിലിരുന്നിട്ട് തിരിച്ചു പോകേണ്ട വ്യക്തികൾ നാട്ടുകാരുടെ കാശ് കൊണ്ട്, ടാക്സ് കൊണ്ട് വണ്ടിയൊക്കെ മേടിച്ചു. അതിൽ AC വർക്ക് ചെയ്തില്ലെങ്കിൽ, ഈവൻ ടോയ്ലറ്റിൽ പോലും AC വർക്ക് ചെയ്തില്ലെങ്കിൽ, ടോയ്ലറ്റിലും AC ഉണ്ടെന്നാണ് അറിവ്, ഇല്ലെങ്കിൽ അത് നോക്കുന്ന തൊഴിലാളി എന്ന് പറയുന്ന നമ്മൾ പറയപ്പെടുന്ന ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻ്റ് ഉണ്ടാവും. കാരണം അവരടിമയും മറ്റൊരു തൊഴിലാളികളുമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ എന്തുകൊണ്ട് കേരളത്തിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്രയേറെ കറപ്ഷന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യ ഘടകം വിദ്യാഭ്യാസമാണെന്നറിയാം. ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള തൊഴിലാളികൾ, അവർക്ക് വിദ്യാഭ്യാസമൊന്നും വേണ്ട, പക്ഷെ അവർക്ക് ഭരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വേണം. അവർക്ക് വിദ്യാഭ്യാസം വേണം, SLC വേണം, +2 വേണം, ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ അവരവരുടെ തസ്തികളനുസരിച്ച് വിദ്യാഭ്യാസം വേണം. പിന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതണം. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവർക്കൊരു ജോലി കിട്ടിയിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ, കാരണം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ടാക്സ് പിരിച്ചെടുക്കുന്ന സ്ഥാപനം, നാട്ടുകാരെല്ലാവരും ടാക്സ് അടയ്ക്കാനൊക്കെ പോകും. അത് മേടിക്കാൻ വേണ്ടി സ്റ്റാഫുകൾ അവിടെ ഇരിക്കും. ആ സ്റ്റാഫുകളെല്ലാം ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ളതാണ്. PSCയും, പിന്നെ കുറേ ആൾക്കാർ PSC വഴിയും, പിന്നെ സർക്കാരിൻ്റെ മറ്റുള്ള കോമ്പറ്റീവ് എക്സാമിനേഷനിലൂടെ ജോലി ചെയ്തു. കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഫേവർ ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർക്ക് ചെയ്തു കൊടുത്തിട്ട് അകത്ത് കയറി പിന്നെ സ്ഥിരമാകുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അങ്ങനെയുണ്ട്. അതൊരു വർഗമാണ്. പക്ഷെ ഇവരെല്ലാം പോയി ഇരിക്കുന്ന സ്ഥലം അറിയാം. ഒരു AC ഇല്ല, ഒരു നല്ലൊരു ഫാൻ ഉണ്ടാവത്തില്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഒരേ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇരിക്കുന്ന പരിസരം പോലും വൃത്തിയില്ലാത്ത രീതിയിലാണ്. കുറേ ഫയലുകളും തൂക്കി വെച്ചു, അതേ കുറേ ഒരു കസേരയുണ്ട്, ഒരു പഴയ ടേബിളുമുണ്ട്. അത് ഒരു സംസ്ഥാനത്തെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സായിട്ടുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ചെന്നിരുന്ന ജില്ലാ രജിസ്ട്രാർ ഉൾപ്പെടെ, രജിസ്ട്രാർ എന്ന് പറയുന്നത് മനസ്സിലാക്കണം, ഒരു ജില്ലയുടെ അധികാരിയാണ് രജിസ്ട്രാർ. അവർക്ക് പോലും ഒരു AC റൂമില്ല എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. പക്ഷേ അവരെ ഭരിക്കുന്ന 3ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ ഈ പറഞ്ഞ തൊഴിലാളി വർഗം, അതായത് MLA, MP, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ, പിന്നെ അതേപോലെ തന്നെ മന്ത്രിമാർ, ഇവർക്കൊക്കെ ഇരിക്കുന്നിടത്ത് 1-2 AC വർക്ക് ചെയ്തില്ലെങ്കിൽ, ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ, അത് ആരാണോ ഫിറ്റ് ചെയ്യിപ്പിക്കാൻ വന്ന ആ ജോലിക്കാരനെ എടുത്ത് കളയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വഴി കയറി വരുന്നവർക്ക് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അവർക്കും ഈ ജനപ്രതിനിധികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും കുറച്ചുകൂടെ അധികമെങ്കിലും വേണം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഏത് സംഘടനാ പ്രസ്ഥാനം ഇവർക്ക് വേണ്ടി ഇതിന് വാദിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവരകത്തിരുന്ന് ക്ഷീണിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മാനസികമായിട്ടുള്ള ഒരു വെറുപ്പ് ആ ഉദ്യോഗത്തിനോട് സംഘടിപ്പിച്ച് വരുമ്പം, കുറച്ച് എന്തെങ്കിലും കാരണവശാൽ മുമ്പോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ട് അവർ കൈക്കൂലിയൊക്കെ മേടിക്കും. എന്താ കാര്യം? പുറത്ത് വന്നെങ്കിലും കുറച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാമെന്നുള്ള രീതിയിൽ. കാരണം നേതാവ് ഈ ഫെസിലിറ്റീസ് എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കൈക്കൂലി മേടിക്കുന്നതും അതിനുവേണ്ടിയുള്ള എല്ലാ കോപ്പും
കോപ്പുകൂട്ടങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസം കഴിയും, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കഴിയും, ഇൻ്റർവ്യൂ കഴിയും, പിന്നെ ലിസ്റ്റ് ആരുടെയൊക്കെ കാല് പിടിച്ച് ജോലിക്കകത്ത് കയറി കഴിയുമ്പം അവരിയ്ക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഓഫീസിലാണോ ഇരിക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിനൊരു ശരിക്കും പബ്ലിക്കും കൂടെ വരുന്നതാണെങ്കിലും അവർ പേയ്മെൻറ്റ് മേടിക്കാനും സർക്കാർ സർവീസിലാണ് ഇരിക്കുന്നതും വിദ്യാഭ്യാസം കൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇരിക്കുന്ന സ്ഥലമെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കണ്ടേ? അത് ഈ നേതാക്കന്മാരും ചെയ്യില്ല. അവരുടെ യൂണിയൻ നേതാക്കൾ, അതായത് തൊഴിലാളി വർഗ യൂണിയൻ നേതാക്കളുണ്ട്, അവരും ഇന്ന് വരെ ഇതിനെക്കുറിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല, ഒരു ആക്ഷനും എടുത്തിട്ടില്ല, ഒരു വക എടുത്തിട്ടില്ല. അവരിങ്ങനെ ജീവിക്കുന്നു, മനസ്സിലായി. കാരണം നേതാക്കന്മാരുടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവർ, അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി നേതാക്കന്മാരായിട്ടിരിക്കും. പക്ഷേ ഇതിനൊരു അവധി വരുത്തണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സുഖമായി ജോലി ചെയ്യാനുള്ള ചുറ്റുപാടുകളും അവരിയ്ക്കുന്ന ഓഫീസുകളുടെ വൃത്തിയും അവർക്ക് ആവശ്യത്തിനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസും ഒരുക്കണം. ഇന്ന് ഈ തൊഴിലാളി ദിനത്തിൽ സാധാരണമായിട്ടുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സ്വയം ആരുടെയും കാല് പിടിച്ചല്ല, മറ്റൊരു വിധത്തിൽ കാശ് കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ഫേവറോ ചെയ്ത് അല്ല അകത്ത് വന്നിട്ടുള്ളതെങ്കിൽ ജോലിക്ക് സംഘടിക്കുക. എന്നിട്ട് അവരുടെ നേതാവിൻ്റെ അടുത്ത് പറയുക, അങ്ങനെ നേതാവൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, നേതാവിൻ്റെ അടുത്ത് പറയുക, ഞങ്ങളിരിക്കുന്ന ഓഫീസ് അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ കാറ്റഗറി അനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ഫാനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കുറച്ച് വെടിപ്പാക്കി നീറ്റാക്കി തരണം. കാരണം ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നാലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോഴും അവിടെയും ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടാണ് ആൾക്കാരെ അവിടെ വെൽക്കം ചെയ്തത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കുറച്ചുകൂടെ മാനുഷികമായിട്ടുള്ള പരിഗണന പബ്ലിക്കിന് നൽകുകയും അതിലൂടെ അവർ ഈ കൈക്കൂലിയും മറ്റൊക്കെ ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയിൽ ഇഴുകി ചേരാനും അതൊരു പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും അവരുടെ കടമയായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് നടത്താനും അവർക്ക് താല്പര്യമുണ്ടാകും. അതിനുവേണ്ടി ഇന്ന് മുതൽ അവർക്ക് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടിയും അവരുടെ ചുറ്റുപാടും അവരുടെ ഇരിക്കുന്ന സ്ഥലവും ഓഫീസും ഒക്കെ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. ആ സംഘടനയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾ 5-6 പേര് ചേർന്ന് പുതിയ സംഘടനകൾ രൂപീകരിക്കുക. ആ സംഘടനകൾക്ക് ഒരു മതം, ജാതി ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ വയ്ക്കുക. അവർക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ മാത്രം, അതായത് ഇരുന്ന് ജോലി ചെയ്യാനുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു സോൺ ഉണ്ടാക്കിയ ശേഷം മാത്രം ഈ നേതാക്കന്മാർ സുഖിച്ചാൽ മതി എന്നുള്ള തീരുമാനം എടുക്കുക. ഇന്ന് തൊഴിലാളി ദിനമാണ്. ഈ തൊഴിലാളി ദിനത്തിൽ ഇതിനു വേണ്ടി മാത്രം മുമ്പോട്ട് പോവുക. കാരണം ശമ്പളം കൂട്ടുന്നത്, അതായത് MLAക്കും മന്ത്രിമാർക്കും ശമ്പളം ഈ അടുത്ത സമയത്താണ് കൂട്ടിയത്, വീണ്ടും ഡബിളാക്കാനുള്ള പ്ലാനൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അവരുടെ പെൻഷൻ നിങ്ങളെക്കാട്ടി കൂടുതൽ കിട്ടും. പക്ഷെ അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്കെല്ലാം കിട്ടും. പക്ഷെ നിങ്ങളങ്ങനെയല്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് അതിലോട്ട് കയറി വന്നിരിക്കുന്നതെന്നും അവരവരുടെ പ്രായം ഒരു 3/4 ഭാഗവും കഴിയുന്നത് ഈ ഓഫീസുകളിലാണെന്നും വ്യക്തമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇരിക്കുന്ന ഓഫീസ് നല്ല കംഫർട്ടബിൾ സോണാക്കി തരേണ്ടത് സർക്കാരിൻ്റെ കടമയാണെന്ന് ഓരോ നേതാക്കന്മാരെയും ഓർമ്മിപ്പിച്ച് ഇന്ന് തന്നെ അതിനുവേണ്ടി സംഘടിച്ച് നിങ്ങളുടെ സംസ്കാരം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കട്ടെ. അഭിവാദ്യങ്ങൾ.